യുദ്ധവേളയിൽ വരേക്കും മഹാനായ ഉസാമ ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം പേടിച്ച് പറഞ്ഞതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് വാർത്ത റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി വളരെ പ്രയാസപ്പെട്ടു. മുഖം ചേഞ്ചായി. റസൂൽ അവരോട് ചോദിച്ചു, നീ എന്ത് കാട്ടും ഉസാമ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ പദവുമായിട്ട് പരലോകത്തിൽ വന്നിട്ട് നിങ്ങൾക്കെതിരിൽ പ്രാർത്ഥിക്കുക, നിങ്ങൾക്കെതിരിൽ വാദിക്കുകയാണെങ്കിൽ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് നിങ്ങൾക്കറിയില്ലല്ലോ, അല്ലാ ശഖത്ത ഖൽബ, നീ അദ്ദേഹത്തിന്റെ ഹൃദയം കീറിയോ? അദ്ദേഹം എന്തുദ്ദേശിച്ച് പറഞ്ഞു എന്ന് നിനക്കെന്തറിഞ്ഞ്? നീ അങ്ങനെ ഊഹിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ എന്ത് നിനക്ക് കാരണമുണ്ടായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ അവഗണിക്കാൻ പാടില്ലതല്ലോ, അത് ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട ശബ്ദമല്ലേ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നീ അവഗണിച്ചതുപോലെയല്ലേ വന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹ് ചോദിച്ചതായ ചോദ്യം കേട്ടപ്പോൾ, അന്ന് വരെ ഞാൻ മുസ്ലിമായിട്ട് ഇല്ലെങ്കിൽ അന്ന് മുസ്ലിമായ അയാളായി മാറിയിരുന്നുവെങ്കിൽ തിരക്കേടില്ലായിരുന്നേനെ എന്ന് മഹാനായ ഉസാമ കൊതിച്ചുപോയി, ആഗ്രഹിച്ചുപോയി എന്ന് പറഞ്ഞതായ ആ സഹിഹായ ഹദീസ് ഇന്ന് മക്ക ഇമാം വിശദീകരിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകതയാണ് അവിടെ വിശദീകരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്രയും വലിയ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അദ്ദേഹം കാപ്പട്യം പേറിയവനാണോ? അദ്ദേഹം സത്യത്തിൽ പറഞ്ഞതല്ലേ? അദ്ദേഹം എന്തിനു പറഞ്ഞു? ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞിരിക്കവേ അങ്ങനെയുള്ള മേഖലയിൽ അഥവാ പോർക്കളത്തിൽ വരേക്കും അദ്ദേഹത്തിന് വിട്ടുകളയണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മരണപ്പെടുന്നത് വരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ജീവിച്ചതായ മുനാഫിഖീങ്ങളെ കൊല്ലാൻ റസൂലുള്ളാഹി അനുവദിച്ചിരുന്നില്ല. അവരൊക്കെ ഒരു പക്ഷേ കാപ്പട്യം പേര് നടക്കുന്ന ആളാണ്. അതിന്റെ ശിക്ഷ പരലോകത്തിൽ അല്ലാഹ് അവർക്ക് നൽകുക തന്നെ ചെയ്യും. എന്നാലും ഇവിടെ ഇന്ന് ഭീകരത എന്നത് കണി കാണാത്ത, ഭീകര എന്നത് ചെയ്യാത്ത, ഭീകര എന്നത് തീണ്ടാത്ത സത്യവിശ്വാസികളായ മുഹമ്മദ് നബിയുടെ ആ ഉമ്മത്തിനെ കുറിച്ച് ഇന്ന് വെറുതെ ഭീകരന്മാരാണെന്ന് പറയപ്പെടുമ്പോൾ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ വ്യക്തികളെ അവിടെ മുനാഫിഖീങ്ങൾ എന്ന പേരിൽ കൊന്നിരുന്നുവെങ്കിൽ റസൂല് പറഞ്ഞതുപോലെ പിൻകാലഘട്ടത്തിൽ മുഹമ്മദ് ആളക്കൊല്ലിയാണ്, ഭീകരനാണ് എന്ന് പറയുന്നവരുണ്ടാകുമെന്നത് പരിഗണിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? അവർ ആരെയും വധിക്കാതിരുന്നത്. എന്നല്ലാതെ അവരിൽ കപട വിശ്വാസികളില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം ഇവിടെ വഹിയില്ലാത്തത് കൊണ്ട് ഇത് സത്യമോ ഇത് അസത്യമോ എന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ വഹി വരികയില്ല. അതുകൊണ്ട് തന്നെ പിൻകാലഘട്ടമാകുന്ന റസൂലുള്ളാഹിന്റെ ശേഷമുള്ള കാലഘട്ടം വരുമ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് മുസ്ലിങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരോട് അവര് കാപ്പട്യം പേറിയവരാണ് എന്ന പേരിൽ അവരെ വധിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന വിധിയാണ് അവിടെ റസൂലുള്ളാഹി അതിലൂടെ നമുക്ക് പഠിപ്പിച്ചത്. അതുകൂടി നാം ഈ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. മക്ക ഇമാം പറഞ്ഞതായ ആ വളരെ വിശാലമായ അർത്ഥത്തിലൂടെ വിശദീകരിച്ചതായ തൗഹീദിന്റെ ആ മജ്ജയെ, ഹൃദയഭാഗത്തെ നാം മനസ്സിലാക്കുന്ന വേളയിൽ പരലോകത്തിൽ ഏറ്റവും വിജയി ആരാണ് എന്ന് ചോദിക്കപ്പെട്ടു റസൂലിനോട്. പരലോകത്തിൽ ഏറ്റവും വിജയി എന്ന് പറഞ്ഞ് അട്ടഹാസിച്ച് ആഹ്ലാദിച്ച് ജനങ്ങളോട് വരൂ വരൂ വരൂ, ഞാനിപ്പോൾ സന്തോഷത്തിൽ പറക്കുന്നു എന്ന് പറയുന്ന വ്യക്തി അവരാരാണെന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹൃദയം തട്ടി അല്ലാഹ് ഏകനെന്ന് വിശ്വസിച്ച് പ്രഖ്യാപിച്ച് പറഞ്ഞ് പ്രവർത്തിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉടമയാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ഹൃദയം തട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് പറഞ്ഞ മനുഷ്യൻ പിന്നെ കക്കൂല, കളവ് പറയൂല, വഞ്ചിക്കൂല, ചതിക്കൂല, പലിശ തിന്നൂല, വെട്ടിപ്പ് നടത്തൂല, തോന്നിവാസം ചെയ്യൂല, വ്യഭിചരിക്കൂല. ഇനി ഇതൊക്കെ ചെയ്താൽ തന്നെ അവൻ ഉടനെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങും, പാശ്ചാത്തപിക്കും, അള്ളാഹിന്റെ കഴിവ് കൽപ്പന മനസ്സിലാക്കും, അള്ളാഹിലേക്ക് അവൻ മടങ്ങും, അവന്റെ ഹൃദയം വെന്തുരുകും. അങ്ങനെ സത്യവിശ്വാസിയായി മാറാനുള്ളതായ ആ സ്വഭാവം, ശക്തി, തൗഫീഖ് അള്ളാഹുൽ നിന്നിട്ട് അവന് ലഭിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉടമകളിൽ നിന്നിട്ട് തെറ്റ് വന്നു പോകാൻ സാധ്യതയുണ്ട് എങ്കിലും അവര് ശിർക്കിൽ നിന്നിട്ട് മുക്തരായതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ ആ പദത്തിലൂടെ സാധിക്കും എന്ന് മക്ക ഇമാം ഉണർത്തിയപ്പോൾ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹേഡുകളെ കുറിച്ചുള്ളതായ ഒരു ഹദീസുണ്ട്. അത് വിശാലമായി ഇമാമുകൾ ചർച്ച ചെയ്തതായ ഹദീസാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല സഫഹാത്തുകളൊക്കെ പരിശോധിച്ച് അവന്റെ ജീവിതത്തിൽ തെറ്റ് മാത്രമേ ഉള്ളൂ. അവൻ നരകത്തിൽ വെന്തുരുകപ്പെടേണ്ടവനാണ്. എന്ത് കാരണത്താൽ? അവൻ ചെയ്ത തെറ്റുകളുടെ പെരുപ്പം കാരണത്താൽ. അവസാനം അവന് സ്വർഗത്തിൽ പോകാൻ സാധിക്കുന്നത് വെറും ഒരു സഹീഫയിൽ കൂടി മാത്രമാണ്. ആ സഹീഫയിൽ എന്തെഴുതിയിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് കോട്ടം തട്ടാതെ മരണം വരെ സൂക്ഷിക്കാൻ സാധിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മഹാപാപിയായതോടുകൂടി, നരകപ്പുള്ളിയായതോടുകൂടി, കരിക്കട്ടയായി മാറാൻ അദ്ദേഹത്തിന് നരകത്തിൽ മാറേണ്ടി വന്നു. എപ്പോൾ? അവൻ ചെയ്ത് തെറ്റ് കാരണത്താൽ. അതേ സമയത്ത് അവൻ അവസാനം മോചിക്കാൻ സാധിച്ചത് എന്തിലൂടെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ മാത്രം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടെ ഇല്ലെങ്കിൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കോട്ടം തട്ടുന്ന കാര്യങ്ങൾ നമ്മൾ നട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇത് പറയൽ ഭീകരതയല്ല. അങ്ങനെയാണ് ഇപ്പോൾ ലോകത്തെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ലോകത്തെ ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. എവിടെ? എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിപരീതം ചെയ്യുന്നവര് അവര് മുർത്തദ്ദായി കഴിഞ്ഞാൽ കൊല്ലപ്പെടണം. ആരടോ കൊല്ലണമെന്ന് പറഞ്ഞത്? ഭരണകൂടത്തോടാ പറഞ്ഞത്. വ്യക്തികൾ കൊല്ലാനല്ല പറഞ്ഞത്. ഭീകരതയല്ല നാം പറയുന്നത്. മനസ്സിലായില്ലേ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അങ്ങനെ പറഞ്ഞിരുന്നു പോലും. അത് കാരണത്താൽ നാം ഭീകരന്മാരാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞത് ആരോടാണ്? ഭരണകൂടത്തോടാണ്. ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ 5 ഉം 5 ഉം 10 10 കാലില്ല 9 മുക്കാലില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരാള് അള്ളാഹുവിനെ വിരോധിക്കുന്ന, നിഷേധിക്കുന്ന, എതിർക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ തന്നെ ജീവിക്കുകയാണെങ്കിൽ തൗബ ചെയ്യാൻ ചാൻസ് കൊടുത്തിട്ട് അവനെ വെട്ടിക്കൊല്ലണം. അതെന്തല്ല? ഭീകരതയല്ല. അത് ഇസ്ലാമിന് എതിരിലുള്ളതായ കരിഞ്ചന്തകളെ, അഴുക്കുകളെ ഇസ്ലാമിന്റെ വഴിയിൽ നിന്നിട്ട് ദൂരം ചെയ്യലാണ്. അതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ എവിടെയെല്ലാം യുദ്ധം നടന്നിട്ടുണ്ടോ അതെല്ലാം ആദ്യമായിട്ട് അവരോട് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരൂ എന്ന് പറയുക. കടന്നു വരുന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭരണകൂടം ഇപ്പോൾ ഇത്ര ശക്തിയുള്ളതായി മാറിയിട്ടുമുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ഞങ്ങൾക്ക് തൗഹീദിന്റെ വിജയ പതാക പറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മതത്തിന്റെ തത്വം ഇന്നതൊക്കെയാണ്. അള്ളാഹ് ഇറക്കിയ ഖുർആനാണ് ഞങ്ങളുടെ ഭരണകൂടത്തിൽ നടപ്പാക്കുക. അള്ളാഹ് ഇറക്കിയതായ റസൂലുള്ളയാണ് ഞങ്ങൾക്ക് അത് വിശദീകരിച്ചു തരുക. അവർ വിശദീകരിച്ച കാര്യമാണ് ഞങ്ങളുടെ ഭരണകൂടത്തിന്റെ വ്യക്തി നിയമങ്ങളിൽ, ഞങ്ങൾ സാമൂഹ്യ നിയമങ്ങളിൽ, സാമ്പത്തിക നിയമങ്ങളിൽ, രാഷ്ട്രീയ നിയമങ്ങളിൽ ഞങ്ങൾ നടപ്പാക്കുക. ഇതെല്ലാമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ പരിചയപ്പെടുത്തി ഇസ്ലാമിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കീഴിൽ നിങ്ങൾ എന്ത് വേണം? കപ്പം തന്നിട്ട് നിങ്ങൾ ദിയ തന്നിട്ട് ജീവിക്കണം. നിങ്ങൾ നിന്യരായി ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങളെ കൊല്ലപ്പെടുകയില്ല. ഞങ്ങൾ അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കുള്ള പ്രയാസപ്പെടുകയാണെങ്കിൽ മുസ്ലിം ഭരണകൂടം ഏറ്റെടുക്കും. നിങ്ങൾ സുരക്ഷിതത്തോടുകൂടി എത്ര ദിമ്മിയങ്ങള് ഇസ്ലാമിക ഭരണകൂടത്തിൽ കാശ് കൊടുത്ത് ജീവിച്ചവര് മരണം വരുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് മരിച്ചത്. 1 2 ആയിരക്കണക്കിന്. എന്തേ അവർ ഇസ്ലാമിലേക്ക് വരാതിരുന്നത്? ഇസ്ലാമിനെ അവർക്ക് പേടിയാണ്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ലോകത്തിൽ എവിടെയെല്ലാം തൗഹീദ് പറയുന്നവരുണ്ട്, അവരെല്ലാം പേടിയാണ്, അല്ലേ? അങ്ങനെ ഇസ്ലാമിനെ പേടിയായിരുന്നു. അവസാനം ഇസ്ലാമിലേക്ക് അവർ കടന്നു വരുന്നതിന് മുമ്പ് ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് ഇസ്ലാം വളരെ നല്ല മതമാണെന്ന് പ്രാക്ടിക്കലായി മുസ്ലിങ്ങളുടെ പ്രവർത്തനത്തോടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എന്ത് ചെയ്തു? ദിമ്മീകളായി ജീവിക്കുന്ന, കാഫിരീങ്ങളായ, നമ്മുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന, നമ്മുടെ ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്നവർ അവർ തന്നെ സ്വയം മുസ്ലിമായി മാറി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് ഇവിടെ നിന്ന് കൂഫയിലേക്ക് ഭരണകൂടം നടത്തുന്ന ആളാണ്. മൂപ്പർ കൂഫയിലേക്ക് ചെന്നപ്പോൾ കൂഫയിലുള്ളതായ പട്ടണത്തിൽ മൂപ്പരുടെ പടവസ്ത്രം, തലയിൽ ധരിക്കുന്ന വസ്ത്രമോ അല്ലെങ്കിൽ പടവസ്ത്രമോ അവരുടെ വിൽക്കാണ്. നോക്കിയപ്പോൾ മൂപ്പരുടേതാണ്. ഒരു ദിമ്മിയാണ് വിൽക്കുന്നത്. ദിമ്മി എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന, കപ്പം നൽകിയിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ദിമ്മി എന്ന് പറഞ്ഞാൽ. ദിമ്മിയാണ് വിൽക്കുന്നത്. മൂപ്പരോട് പറഞ്ഞു ഇത് എന്റേതാണെന്ന് പറഞ്ഞു. പക്ഷെ ദിമ്മിക്ക് അറിയില്ല ഇയാൾ ഖലീഫയാണെന്ന്. ഇത് എന്റേതാണ് ആയുധം. അയാൾ പറഞ്ഞല്ല, ഇത് എന്റേതാണെന്ന് അയാൾ വാദിക്കുകയാണ്. അങ്ങനെ എന്നാൽ നമ്മൾ ഖാദിയുടെ അടുക്കലേക്ക് ചെല്ലാം. ഖാദിയോട് അലി പറഞ്ഞു ഇത് എന്റെ ആയുധമാണ്, മൂപ്പര് വിൽക്കുന്നതായിട്ട് പട്ടണത്തിൽ കണ്ടു. ചിലപ്പോൾ കെട്ടിടത്തിലായിരിക്കാം, അല്ലെങ്കിൽ വീട് കിട്ടിയതായിരിക്കാം മൂപ്പർക്ക്, അതെനിക്കറിയില്ല. പക്ഷെ സാധനം എന്റേതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഖാദി ചോദിച്ചു, ഷുറൈഹുൽ ഖാദി എന്ന് പറയുന്ന ഉമറുൽ ഖത്താബ് തന്നെ ഖാദിയാക്കിയ മനുഷ്യനാണ് ഷുറൈഹ്. പേരെടുത്ത ഖാദിയാണ് അദ്ദേഹം, പ്രശസ്തനായ നേതാവാണ് അദ്ദേഹം. പക്ഷേ സഹാബിയല്ല, താബിഈയാണ്. അയാൾ ചോദിച്ചു നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചു.
കൂടെ ഹസൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഹസനാണ് എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞു. തെളിവ് സാക്ഷി ആരാണ്? മകനാണെന്ന് പറഞ്ഞു. ഖാദി മകനെ തെളിവിന് പറ്റില്ല എന്ന് പറഞ്ഞു. മകനെ സാക്ഷിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. മകനെ സാക്ഷിക്ക് പറ്റൂല. പക്ഷേ ഇയാളെ തൊള്ളയിരുന്നിട്ട് അറിയാതെ വന്നുപോയി ആരുടെ? ഖാദിയുടെ. എന്ത്? അല്ലയോ അമീറുൽ മോമിനീൻ, നിങ്ങളുടെ മകൻ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, സാക്ഷിയാവാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദിമ്മി നോക്കാണ്, ഇത് അമീറുൽ മോമിനീനാണോ? അമീറുൽ മോമിനീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോമിനീങ്ങളുടെ ഖലീഫ. അപ്പോൾ മോമിനീങ്ങളുടെ ഖലീഫയാണോ ഇത്? അപ്പോൾ ഖലീഫ വരെ ഇവിടെ കോർട്ടിൽ വരുമ്പോൾ അവിടെ നീതിയായ വിധി കിട്ടുന്നതായ മതം ഒഴിവാക്കിയിട്ട് ഞാൻ എന്തിനു കക്കാൻ നിൽക്കുന്നു, ഞാൻ എന്തിനു കച്ചവടം ചെയ്യാൻ നിൽക്കുന്നു? അവിടുന്ന് തന്നെ മൂപ്പര് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് കഥ. എന്താ നാം പഠിച്ചത്? മുസ്ലിങ്ങളുടെ പ്രവർത്തന ശൈലി കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നു എന്നതാണ്. നേരെ മറിച്ച് ഇന്ന് മുസ്ലിങ്ങൾ എന്നിട്ട് പലരും കൊള്ളരുതാത്തവരായത് കാരണത്താൽ, ദീനിനെ വിളിച്ചറിയുന്നവരായ കാരണത്താൽ, തൗഹീദ് നടപ്പാക്കാത്തവരായത് കാരണത്താൽ, തൗഹീദിന് എതിരുള്ളതായ ഗൂഢാലോചനകളും അനിസ്ലാമിക സൂഫീസങ്ങളും പ്രചരിപ്പിക്കുന്നവരായത് കാരണത്താൽ ഇന്ന് നമ്മെക്കുറിച്ച് ഭീകരന്മാരെന്ന് പറയപ്പെടുന്നു, നമ്മെക്കുറിച്ച് കൊള്ളരുതാത്തവരാണെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്നു. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ പ്രത്യേകത പഠിപ്പിച്ചു കൊടുത്ത് അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി പ്രാക്ടീസ് നൽകിയത് സഹാബാക്കൾക്ക്. അതുപോലെ താബിയങ്ങൾ ജീവിച്ചു, താബിയങ്ങൾ ജീവിച്ചു. അതുപോലെ 1000ഓളം വർഷങ്ങൾ ഈ ലോകത്ത് സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ അതേ മതത്തിന്റെ വിധിവിലക്കുകൾ നടപ്പാക്കപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നതാണ് പച്ചപ്പരമാർത്ഥം.